നമസ്കാരം അജിത്. അപ്പോൾ നമ്മളിവിടെ ഏലക്കൃഷിയുടെ ഇടയ്ക്ക് നിൽക്കുവാണ്. ഏലക്കൃഷിയെ പറ്റിയൊരു ചെറിയ കാര്യങ്ങൾ കുറച്ച് ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടി പറഞ്ഞു തരാൻ പറ്റുമെങ്കിൽ പറയണം. ഇതിപ്പം ഈ സീസണായി അല്ലേ? സീസണായി. ഇപ്പം കൃഷി എങ്ങനെയുണ്ട് ഇപ്പം ഇത്തവണത്തെ? ഈ വർഷത്തെ ചൂട് കൊണ്ട് ഒത്തിരി നഷ്ടങ്ങളുണ്ട്. ഇപ്പം ഇത് ഉണങ്ങിപ്പോയി അല്ലേ? ഭയങ്കരമായിട്ട്. അല്ലെങ്കിൽ ഈ സമയത്ത് ഒരു 4-5 കായൊക്കെ ആകുന്ന ഒരു കൊത്തയിലേ. ഓക്കെ. ഇപ്പം അത് പകുതിയും പിടിച്ചിട്ടില്ല ചൂട് കാരണം. ഈ സമയത്ത് അത് എടുക്കാൻ പറ്റില്ല എന്നാണ് പറയണത്. നമ്മുടെ സീസൺ ഇപ്രാവശ്യം താമസിച്ചു. ഒരു ഓഗസ്റ്റ് സെപ്റ്റംബർ ആയാലും ആവും. ഇനി അടുത്ത സീസൺ വരുമ്പോൾ നല്ല മഴ പെയ്ത് കഴിഞ്ഞാൽ 3-4 മാസം എടുക്കും. ഈ വർഷം എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ചൂടായിരുന്നു. ഏലകൃഷിക്ക് പറ്റുകയല്ലാത്ത സൈസ് ഒരു 35 ഡിഗ്രിയോളം ചൂട് വന്നതുകൊണ്ട് അത് പറ്റാത്ത ഇതാണ് അല്ലേ? ഇവിടെ ഉണങ്ങി. പിന്നെ ഇപ്പോൾ ഒരു മഴയൊക്കെ കിട്ടിയോണ്ടാണ് ഇപ്പോൾ ഒരു പച്ചപ്പിലൊക്കെ ഇങ്ങനെ നിൽക്കുന്നത്. മൊത്തം ഉണങ്ങിപ്പോയതായിരുന്നു. ഈ വർഷം ഉണക്ക് ഭയങ്കരമായിട്ട് ഏലത്തെ ബാധിച്ചു. ഏലത്തിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 28 ഡിഗ്രി കൂടുതൽ ചൂട് പറ്റുകയില്ല. പക്ഷേ ഇത് ഈ സൈഡിൽ, നിങ്ങളുടെ ഈ സൈഡിൽ ഇങ്ങനത്തെ ചൂട് നിങ്ങൾ അനുഭവിച്ചിട്ടില്ല. ആദ്യമായിട്ട് ഞങ്ങളുടെ ഇപ്പോൾ എനിക്ക് 39 വയസ്സായി. ഈ 39 വയസ്സിനിടയ്ക്ക് ആദ്യമായിട്ടാണ് ഇതുപോലൊരു ചൂട്. അത് ഞങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് ഒരു വർഷം ഇതുപോലെ 83-ലെങ്ങാണ്ട്. ഈ കൃഷിക്ക് വേണ്ടി ഇത് ശരിക്കും ബാധിക്കണ ഒരു ഇടുക്കി ജില്ലയിൽ എന്ന് പറഞ്ഞാൽ ഇപ്പം ഏലകൃഷി മാത്രമേ ഉള്ളൂ, വേറൊരു കൃഷിയും ഇല്ല. മെയിൻ ഏലമാണ്. ഈ ഏലകൃഷിക്ക് ചൂട് കൂടിയ 28 ഡിഗ്രിക്ക് മേളിലോട്ടുള്ള ചൂട് ഏലകൃഷിക്ക് പറ്റുകയില്ല. കാ പിടിക്കുകയില്ല. കാ പൂ വിരിയും, പക്ഷെ കാ സെറ്റ് ആകുകയില്ല. കാ പൊഴിഞ്ഞു പോകും. ഇത് നമ്മൾ കാണുന്നത് ഇത് പൊഴിഞ്ഞു പോയേക്കുന്നതാണ്. ഇത് കണ്ടോ, ഈ കൊത്ത് 2 എണ്ണം എല്ലാം പോയല്ലേ? 28 ഡിഗ്രി ഇതുപോലെ പൂ വിരിയും, പക്ഷെ അത് അങ്ങോട്ട് മഞ്ഞപ്പിഞ്ചായിട്ട്. ഇതിനു വേണ്ടി ഇനി അങ്ങനെ എന്തെങ്കിലും ഓർത്തിട്ടുണ്ട് അടുത്ത വർഷം? അങ്ങനെ ഇപ്പൊ ഈ സീസണിലെ ജൂൺ മുതൽ ഓഗസ്റ്റ് സെപ്റ്റംബർ വരെയുള്ള സീസൺ മഴ. ഇപ്പൊ ഈ സീസൺ പോയി. അപ്പം ഈ വർഷം പോയിട്ടില്ല. ഉത്പാദനം തീർത്ത് ഉത്പാദനം കുറയും. ഇനി ഒന്നേന്ന് കാ ഉണ്ടായി തുടങ്ങണം. ഒരു 3 മാസം കഴിഞ്ഞ് നമുക്ക് വിളവെടുക്കാൻ പറ്റുള്ളൂ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ജൂൺ ജൂലൈയിലൊക്കെ ആദ്യം വിളവെടുക്കേണ്ടതാണ്. ഇപ്പം നമുക്കൊരു 3 മാസം ശരിക്കും നമ്മളൊരു 6 അല്ല 7 റൗണ്ട് കായ എടുക്കുന്ന ഒരു സീസൺ. ഈ വർഷം അത് കുറയും. ഇത് ഇങ്ങോട്ട് അങ്ങോട്ട് മുകളിലോട്ടേക്ക് ഉണ്ട് അല്ലേ? ഇത് കേട്ടാണ് അല്ലേ? അപ്പം നമ്മൾ പറഞ്ഞ പോലെ ഈ ഒരു ചെടിയിൽ ഇതൊരു ചെടിയിൽ നിന്ന് പിടിച്ചു കഴിഞ്ഞാൽ ഇതിനൊരു 2 കിലോ ഏലം കിട്ടാൻ സാധ്യതയുണ്ട്. ഏലക്ക ഉണക്കാം അല്ലേ? നല്ല രീതിയിൽ പണിത് പരിപാലിക്കുകയാണെങ്കിൽ ഒരു വർഷം നമുക്ക് ഒരു ചെടിയാന്ന് 2 കിലോ വരെ ഉണക്കാം എടുക്കാം. ഉണക്ക ഏലക്ക എന്ന് പറയുമ്പോൾ 2 കിലോ എന്ന് പറയുമ്പോൾ, പക്ഷെ എന്നാലും അടുത്ത സെപ്റ്റംബർ ആകുമ്പോഴത്തേക്ക് നമ്മളുടെ ടൂറിസ്റ്റ് സീസൺ തുടങ്ങുന്ന സമയത്ത് നമുക്ക് കൃഷി റെഡി ആയിട്ട് കിട്ടും അല്ലേ? റെഡി ആയിട്ട് കിട്ടും. ആ സമയത്ത് ആകുമ്പോഴത്തേക്ക് നമുക്ക് ഇപ്രാവശ്യം സീസൺ തുടങ്ങുന്നത്. കാരണം ഇത്ര ലേറ്റ് ആയതുകൊണ്ട് മഴ കിട്ടാൻ താമസിച്ചു. നമുക്കിപ്പം ഇത് കിഴക്കോട്ട് ചെരിവുള്ള സ്ഥലമാണ്. അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെയെല്ലാം നിൽക്കുന്നത്. ഇപ്പൊ 1-2 കായൊക്കെ ഉണ്ടല്ലോ. അതെ, നമുക്ക് അപ്പുറത്ത് പടിഞ്ഞാറൻ ചായവുള്ള സ്ഥലങ്ങളിൽ കായില്ല. ഇവിടെ വെയിൽ അത്ര പിടിച്ചിട്ടില്ല. പിന്നെ ഇത് ഇങ്ങനെ ഒരു മൂടിക്കിടക്കണ കാരണം ചിലപ്പോൾ അതിൻ്റെ ഒരു അത് മാത്രമല്ല, ഇതല്ലാതെ വേറെ എന്തൊക്കെയാണ് ഒരു ചൂടിന്റെ പ്രശ്നം പറഞ്ഞു. അത് അല്ലാതെ വേറെ എന്തൊക്കെയാ ചാലഞ്ചസ്? പിന്നെ വളത്തിന്റെ മരുന്നിന്റെ എല്ലാം ഭയങ്കരമായിട്ടുള്ള മരുന്ന്. ഇതിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20 ദിവസം കൂടുമ്പോൾ നമുക്ക് മരുന്നടിക്കണം. തണ്ടുതുരപ്പൻ പോലുള്ള ശല്യം കയറാതിരിക്കാൻ വേണ്ടി. അല്ല, ഓർഗാനിക്കിലോട്ടേക്ക് പോകാൻ സാധ്യത? ഓർഗാനിക് അങ്ങനെ പലരും ഓർഗാനിക് തന്നെ വിജയമായിട്ടില്ല. ഓക്കെ, അത് അങ്ങനെ അത്ര ഔട്ട്പുട്ട് കിട്ടണില്ല. അത് ചെലവും കൂടുതലാണെന്നാ ചെയ്തവർ പറയുന്നത്. പിന്നെ ഉദ്ദേശിക്കുന്ന റിസൾട്ട് കിട്ടും. അല്ല, ഈ ഓർഗാനിക് ഏലക്ക അങ്ങനെ എന്തെങ്കിലും സംഭവം ഉണ്ടോ മാർക്കറ്റിൽ? ഓർഗാനിക് ചെയ്യുന്നുണ്ട്. പക്ഷെ അവർക്ക് അതിന് നല്ല വില കിട്ടിയാൽ അത് കിട്ടിയ ഓക്കെ. പക്ഷെ മാർക്കറ്റിൽ അങ്ങനത്തെ വില കിട്ടുന്നില്ല. അത് ശരിയാണ്. ഏലക്ക എടുക്കുന്ന വ്യാപാരികളുണ്ടെങ്കിൽ അങ്ങനെ ഓർഗാനിക്കിലാണെങ്കിൽ എന്തൊക്കെയായിരിക്കും നമ്മൾ ഇതില്? അതിന്റെ മെയിൻ കാരണം ഈ ഓർഗാനിക് വരുമ്പോഴത്തേന് നമ്മൾ ഓർഗാനിക് ചെയ്യുമ്പോൾ ഇതിന് ചൊറി ട്രിപ്സ് എന്ന് പറഞ്ഞ ഒരു അസുഖമുണ്ട്. ഇതിന്റെ നീരൂറ്റി കുടിക്കുവാണ്. ഇതില് സ്ക്രാച്ച് വന്ന് ചൊറിയെന്നാ പറയുന്നത്. ക്വാളിറ്റി പോകും. ഇതിപ്പോ എന്ന് പറഞ്ഞാൽ നല്ല പ്യൂർ ആയിട്ടുള്ള ഏലക്കായാണ്. ചൊറിയോ ഒന്നും ഇല്ലാത്തൊരു കായാണ്. ഇതില് ചൊറിയുള്ള കായ കാണിച്ചു തരാം. അങ്ങനെ ചൊറി ആയി കഴിയുമ്പോൾ മാർക്കറ്റിൽ ഇതിന് ഡിമാൻഡ് ഇല്ല. ഓർഗാനിക്കിന് അങ്ങനെ ഒരു പ്രശ്നം വരുന്നുണ്ട്. നല്ല കെമിക്കല് മരുന്നുകൾ ചെന്നാൽ മാത്രമേ ഈ ഓർഗാനിക്കിൽ ഇതുവരെ നല്ലൊരു മരുന്ന് അതിന് ഇല്ല. അപ്പം
നമ്മളത് ഉപയോഗിച്ചെങ്കിലും കൂടുതലും അങ്ങനെ ചൊറി വരും. അതുപോലെ തണ്ടുതുരപ്പൻ എന്ന് പറഞ്ഞാൽ ഇതാണ് ശരത്തിൻ്റെ അറ്റത്ത് ഈ ശലഭം വന്ന് മുട്ടയിട്ട് പുഴുവായിട്ട് വിരിഞ്ഞ് ഇതുകൊണ്ട് ഇതുപോലെ പുതിയ ശരം വരുന്ന ഇവിടെ വന്ന് മുട്ടയിടും. ഇതിനകത്തോട്ട് വന്ന് ഈ പുഴു ശലഭം വന്ന് മുട്ടയിടും. എന്നിട്ട് അത് പുഴുവായിട്ട് വിരിഞ്ഞിട്ട് ഇത് കുത്തി തിന്ന് ഇത് ഒടിഞ്ഞു പോകും. ഇവിടുന്ന് ഒടിഞ്ഞു പോകും. പിന്നെ ഇത് വളരുവേല. അതുകൊണ്ട് ആ വളർച്ച നിന്നു. അതാ ഇതിന്റെ മെയിൻ വില്ലൻ. അവിടെയാണ് അതിന്റെ പിന്നെ അടുത്തൊരു സീസണിലോട്ടേക്ക് പിന്നെ ഫ്രണ്ടിലോട്ട് അതിന് വളർച്ചയില്ല പോയി. പിന്നെ അത് പിന്നെ ഇതിന്റെ താഴോട്ടുള്ള കൊത്തേല കാ പിടിച്ച് കിട്ടി. അല്ലെങ്കിൽ പുതിയതായിട്ട് നമുക്ക് കിട്ടൂല അവിടെ. പിന്നെ പുതിയതായിട്ട് പറഞ്ഞാൽ ഇതുപോലെ പുതിയ ചിമ്പ് വന്ന് അതിന്റെ അടിയിൽ നിന്ന് ശരം വന്ന് 7-8 ഇല വിരിവാകുമ്പോൾ ആണ്. പക്ഷെ അത് ഒരു 3 മാസം മതി അതല്ലേ? 3-4 മാസത്തിൽ 3 മാസം കൊണ്ട് വളർച്ചയാവും. 6 മാസം വേണം പിന്നെ ഒരു നമുക്ക് ശരമായി അതെ കായ എടുക്കാൻ. ഓക്കെ, എന്തായാലും നമുക്ക് അറിവ് തന്ന കാരണം കുറച്ച് നമ്മളുടെ പ്രേക്ഷകർക്ക് അത് നല്ലൊരു യൂസായി മാറും. അപ്പം നല്ലൊരു കൃഷി അടുത്ത സീസണിൽ നിങ്ങൾക്ക് കിട്ടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അജിത്തിനും അജയനും നന്ദി പറയണു. താങ്ക് യു.